പ്രസവിച്ച ദിവസങ്ങൾ മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞിന്റെ കൺമുന്നിലിട്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ യുവാവ്. ഇതിനായി ഇയാൾ പറഞ്ഞ കാരണം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പോലീസും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം. ഒരു വർഷം മുൻപാണ് പോലീസ് കോൺസ്റ്റബിളായ 32-കാരൻ കിഷോറും 24-കാരിയായ ഭാര്യ പ്രതിഭയും വിവാഹിതരാകുന്നത്. പ്രതിഭ ബിടെക് ബിരുദധാരിയാണ്. ഇവരുടെ 1-ാം വിവാഹ വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് ഈ അരും കൊല നടക്കുന്നത്. ഈ അടുത്തിടെയാണ് പ്രസവത്തിനായി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പ്രതിഭ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഇവർക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കുന്നതും. തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന പ്രതിഭയെ കഴിഞ്ഞ ദിവസം ഭർത്താവ് ഫോണിൽ വിളിച്ച് വഴക്ക് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പ്രതിഭയുടെ കരച്ചിൽ കണ്ടാണ് അമ്മ സംഭവം അറിയുന്നത്. തുടർന്ന് അമ്മ ഫോൺ വാങ്ങിവെക്കുകയും കിഷോറിന്റെ കോൾ കട്ടാക്കുകയുമായിരുന്നു. കൂടാതെ കിഷോർ ഇനി വിളിച്ചാൽ ഫോൺ എടുക്കരുതെന്നും അമ്മ നിർദ്ദേശിച്ചു. ഇതോടെ പ്രതിഭ തന്നെ മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കി വെക്കുകയായിരുന്നു. കരച്ചിലും വിഷമവും കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബാധിച്ചേക്കുമെന്ന് കരുതിയാണ് ഫോൺ എടുക്കരുതെന്ന് വിലക്കിയത് എന്നാണ് പ്രതിഭയുടെ അമ്മ പറഞ്ഞത്. തുടർന്ന് ഇതിന്റെ പിറ്റേ ദിവസം രാവിലെ പ്രതിഭ ഫോൺ പരിശോധിച്ചപ്പോൾ ഭർത്താവിന്റെ 150 മിസ്ഡ് കോളുകളാണ് കാണാനിടയായത്. ഇതേക്കുറിച്ച് മാതാപിതാക്കളോട് പറയുകയും ചെയ്തു. തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭർത്താവ് കിഷോർ അപ്രതീക്ഷിതമായി 230 കിലോമീറ്ററോളം സഞ്ചരിച്ച് പ്രതിഭയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയം പ്രതിഭയും കുഞ്ഞും 1-ാം നിലയിലെ മുറിയിലും അമ്മ ടെറസിലുമാണ് ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് കയറി വന്ന കിഷോർ ഭാര്യയുടെ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഷോൾ എടുത്ത് പ്രതിഭയുടെ കഴുത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മകളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല. ഇതിനിടെ കിഷോർ കയ്യിൽ കരുതിയിരുന്ന കീടനാശിനി എടുത്ത് കുടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കൃത്യം നടന്ന 15 മിനിറ്റിന് ശേഷമാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഞാൻ അവളെ കൊന്നു എന്നായിരുന്നു ഭാര്യാമാതാവിനോട് കിഷോർ പറഞ്ഞത്. ഇതിനു പിന്നാലെ ഇയാൾ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. വിഷം കഴിച്ച് അവശനായ കിഷോർ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെത്തി സ്വയം ചികിത്സ തേടുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ പോലീസ് ആശുപത്രിയിലെത്തുകയും അവിടെ നിന്നും ഇയാളെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അപകടനില തരണം ചെയ്ത് ആശുപത്രി വിട്ടാൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. വിവാഹത്തിന് പിന്നാലെ കിഷോറിന്റെ ഭാര്യയെ സംശയമായിരുന്നു. ഭാര്യയുടെ ഫോൺ കോളുകളും മെസ്സേജുകളും ഇയാൾ പതിവായി പരിശോധിച്ചിരുന്നു. മെസ്സേജ് അയച്ചത് ആർക്കാണ്, എന്താണ് പരിചയം, എന്താണ് സംസാരിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളും പതിവായിരുന്നു. കോളേജിലെ സഹപാഠികളായിരുന്ന യുവാക്കളുമായി ഭാര്യയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇയാളുടെ ആരോപണം. ഇതിനെ ചൊല്ലി ഇരുവരും വഴക്ക് പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. പോലീസ് കോൺസ്റ്റബിളായ കിഷോർ കർണാടകയിലെ ചാമരാജനഗർ സ്വദേശിയാണ്. ഹോസ്കോട്ടിലാണ് പ്രതിഭയുടെ വീട്.